ന്യൂസ് മലയാളം 24/7 സത്യം പറയട്ടെ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്. ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ എത്തിക്കാൻ രാഹുൽ നയിക്കണമെന്ന് പ്രവർത്തക സമിതി. കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന് KC വേണുഗോപാൽ. റായ്ബറേലിയിൽ തുടരുവാൻ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നതോടെ വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കായുള്ള മുറവിളി ശക്തം. മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്ന വിലയിരുത്തൽ. കെ മുരളീധരനെ വയനാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും ശക്തമാകുന്നു. വോട്ടർമാർക്ക് നന്ദി പറയാൻ രാഹുൽ അടുത്തയാഴ്ച വയനാട്, റായ്ബറേലി മണ്ഡലങ്ങൾ സന്ദർശിക്കും. ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം അതിനുശേഷം. BJPക്ക് കനത്ത തിരിച്ചടി നേരിട്ട ഉത്തർപ്രദേശിൽ നന്ദി പ്രകാശന യാത്ര നടത്താനും തീരുമാനം. യാത്ര ജൂൺ 11 മുതൽ 15 വരെ. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. പ്രധാന വകുപ്പുകൾ വിട്ടു നൽകാതെ BJP. ആഭ്യന്തരം, പ്രതിരോധം, വിദേശകാര്യം എന്നിവയിൽ മാറ്റമുണ്ടാകില്ല. മന്ത്രിമാരുടെ അന്തിമ പട്ടിക ഉടൻ അറിയാം. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാകാൻ അയൽ രാജ്യങ്ങളിലെ തലവന്മാരും. സുരേഷ് ഗോപി മന്ത്രിസഭയിലേക്ക്. ക്യാബിനറ്റ് പദവിയോ സ്വതന്ത്ര ചുമതലയോ നൽകും. ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ. മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് 4 മന്ത്രിമാർ. നിതീഷ് കുമാറിന്റെ JDUവിന് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കുമെന്നും സൂചന. TDPയുടെ സാധ്യതാ ലിസ്റ്റിൽ രാംമോഹൻ നായിഡു, ഹരീഷ് ബാലിയോഗി, ദഗ്മുല്ല പ്രസാദ് എന്നിവർ. ലാലൻ സിംഗിന്റെയും രാംനാഥ് ഠാക്കൂറിന്റെയും പേര് നിർദ്ദേശിച്ച് ജനതാദൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 19 സീറ്റുകളിലെ പരാജയം ഭരണവിരുദ്ധ വികാരമോ എന്ന ചോദ്യം നിങ്ങൾ ഇപ്പോഴാണോ അറിയുന്നത് എന്ന് മുഖ്യമന്ത്രി. പ്രതികരണം ഡൽഹിയിൽ PB യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ. വൈദികരിലും വിവരദോഷികൾ ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ്. ഇടതുപക്ഷ അനുഭാവം തുടരും. വ്യക്തിപരമായ പരാമർശങ്ങളിലും പ്രതികരിക്കാനില്ല. പറയാനുള്ളതെല്ലാം കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മാർ കൂറിലോസ്. കൂർലോസിനെതിരായ പിണറായിയുടെ അധിക്ഷേപത്തിൽ വിമർശനവുമായി നേതാക്കൾ. വിമർശിക്കുന്നവരെ വിവരദോഷി എന്ന് വിളിക്കുന്നത് തരം താണ പ്രവൃത്തിയെന്ന് VD സതീശൻ. കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യരുതെന്ന് ചെന്നിത്തലയുടെ പരിഹാസം. പരാമർശം കേരള സംസ്കാരത്തിന് ചേരുന്നതല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മാർ കൂറിലോസിനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാതെ വെള്ളാപ്പള്ളി നടേശൻ. സൂക്ഷിച്ചു പറയേണ്ടതായിരുന്നുവെന്നും ഭാഷയിൽ ശ്രദ്ധിക്കണമെന്നും ഉപദേശം. പിണറായിയുടെ ചോരയ്ക്കായി കൊതിക്കുന്ന നിരവധി പേരുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ. തൃശൂരിൽ കള്ളക്കളി കളിച്ചവരെ തനിക്കറിയാമെന്ന് K മുരളീധരൻ. തോൽവിയിൽ ആരോടും പരാതിപ്പെട്ടിട്ടില്ല. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനം. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും K മുരളീധരൻ. 11ാം നിയമസഭാ സമ്മേളനം ജൂൺ 10 ആരംഭിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ. സമ്മേളനം ചേരുന്നത് 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ പാസാക്കുന്നതിന്. ജൂൺ 11 മുതൽ ജൂലൈ 8 വരെ 13 ദിവസം ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്യും. നിയമസഭാ സമ്മേളനം ചേരുക 28 ദിവസം. കേരള നവോത്ഥാന സമിതിയിൽ നിന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് രാജി. പ്രസ്താവന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഉപകാരപ്പെടുന്നതെന്നും പിൻവലിക്കണമെന്നും ഹുസൈൻ മടവൂർ. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന. സുതാര്യമായ പുനർമൂല്യനിർണ്ണയം ആവശ്യപ്പെട്ട് NTA ചെയർപേഴ്സണ് കത്ത്. അന്വേഷണം ആവശ്യപ്പെട്ടത് പ്രസിദ്ധീകരിച്ച മാർക്കുകളിലെ പൊരുത്തക്കേടുകളുടെ അടിസ്ഥാനത്തിൽ.
നീറ്റ് പരീക്ഷയിലെ പരാതികൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ്. കത്ത് നൽകിയത് ഹയർ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർക്ക്. നീറ്റ് പരീക്ഷ ഫലവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും വി.ഡി. സതീശൻ. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ വിവാദത്തിൽ വിശദീകരണവുമായി NTA. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന ചെയർമാൻ സുബോധ് കുമാർ സിംഗ്. ഗ്രേസ് മാർക്ക് നൽകിയതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് 1ാം റാങ്ക് ലഭിച്ചതെന്നും വിശദീകരണം. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിക്കുന്നതിൽ തീരുമാനം ഉന്നതാധികാര സമിതിക്കെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. LDF പ്രവേശനം തെറ്റെന്ന് UDF പറഞ്ഞെന്നും അത് കേൾക്കാത്തതിന്റെ തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയെന്നും തിരുവഞ്ചൂർ. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CPI. സീറ്റ് വിഭജന ചർച്ചകൾക്കിടെ നിലപാട് അറിയിച്ച് ബിനോയ് വിശ്വം. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം തനിക്കറിയില്ലെന്നും ബിനോയ്. രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ LDF-ൽ പ്രതിസന്ധി. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. UDF-ൽ നിന്നും വിട്ടത് രാഷ്ട്രീയ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മുന്നണി മാറുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് എം എന്നും ജോസ് കെ മാണി. മുന്നണിയിൽ നിന്നും ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും ജോസ് കെ മാണി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ ഡോക്ടർ KV പ്രീതിക്ക് വീഴ്ച. അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. ഡോക്ടറുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ഡോക്ടർ പ്രീതി ഒന്നും എഴുതിയില്ല. തനിക്കൊപ്പം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നുവെന്ന മൊഴിയും കളവ്. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. വകുപ്പുതല അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം. വയനാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറും സംഭവസ്ഥലം സന്ദർശിക്കും. ശബരിനാഥനെയും രക്ഷിതാക്കളെയും നേരിൽ കാണാനും നിർദ്ദേശിച്ച് മന്ത്രി. സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ നാളെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം. സർക്കാർ മാർഗരേഖ ലംഘിച്ച് സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണ സ്ഥിരീകരണം. സർക്കാർ ഉത്തരവ് ലംഘിക്കുവാൻ നിർദ്ദേശം നൽകി KS ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബൽ ഗ്രേഷ്യസ്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് പ്രത്യേക സംഘമല്ല. സർട്ടിഫിക്കറ്റുകളിൽ സീലില്ലാത്ത ഒപ്പുകൾ മാത്രം. തെളിവുകൾ പുറത്തുവിട്ട ന്യൂസ് മലയാളം. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കടലാക്രമണം. നടപ്പാത ഇടിഞ്ഞു താഴ്ന്നു. വീടുകളിലും വെള്ളം കയറി. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. പാലക്കാട് കൊല്ലങ്കോട് ചീരണിയിൽ പുലിയുടെ സാന്നിധ്യം. കാൽപ്പാടുകൾ കണ്ടെത്തി നാട്ടുകാർ. സ്ഥിരീകരിച്ച് വനം വകുപ്പ്. 2 ആഴ്ച മുമ്പ് കമ്പിവേലിയിൽ കുടുങ്ങി പുലി ചത്ത സ്ഥലത്തിന് സമീപമാണ് വീണ്ടും പുലിയെ കണ്ടെത്തിയത്. പുലിപ്പേടിയിൽ ജനങ്ങൾ. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി. ജില്ലയിൽ ആദ്യ അലോട്ട്മെന്റിൽ പ്രവേശനം നേടിയത് 36,393 പേർ. സീറ്റ് ലഭിക്കാത്തത് 46,053 വിദ്യാർത്ഥികൾക്ക്. വിഷയത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. നാളെ നടക്കുന്ന 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കനത്ത ജാഗ്രത. ഡൽഹിയിൽ അർദ്ധസൈനിക വിഭാഗം, NSG, ഡ്രോണുകൾ, സ്പൈനർമാർ എന്നിവയുടെ ബഹുതല സുരക്ഷ. വിശിഷ്ടാതിഥികൾക്ക് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും വഴികളും ഒരുക്കുന്നത്. G20 ഉച്ചകോടിക്ക് സമാനമായ സുരക്ഷാ കവചം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ ഭാരത് ലോക്കോ പൈലറ്റിനും ക്ഷണം. ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചത് ദക്ഷിണ റെയിൽവേ ചെന്നൈ ഡിവിഷൻ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഐശ്വര്യ S. മേനോന്. ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായ സുരേഖ യാദവും ചടങ്ങിൽ പങ്കെടുക്കും. ലോക നേതാക്കൾക്ക് ഗംഭീര സ്വീകരണം ആസൂത്രണം ചെയ്ത് ഇന്ത്യ.
മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ നേപ്പാൾ പ്രധാനമന്ത്രിയും ശ്രീലങ്കൻ പ്രസിഡന്റും നാളെ ദേശീയ തലസ്ഥാനത്ത്. മാലദ്വീപ് പ്രസിഡന്റിനും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കുമൊപ്പം മൗറീഷ്യസ്, നേപ്പാൾ, ഭൂട്ടാൻ പ്രധാനമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. അധികാരമേൽക്കുന്നതിന് മുൻപേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നത് നേരത്തെയാകുമെന്ന് പാകിസ്ഥാൻ. ഇന്ത്യയിൽ സർക്കാർ രൂപീകരണം നടക്കുന്നതേ ഉള്ളൂവെന്നും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപുള്ള അഭിനന്ദനം അനവസരത്തിലാകുമെന്നും പാക് വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്റ ബലോച്ച്. പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തിനെന്നും അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്ത്യ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബലോച്ച്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. പാർലമെന്ററി പാർട്ടി അധ്യക്ഷയായി സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ച ഖാർഗെ. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ രാഹുൽ വിസമ്മതിച്ചെന്ന് സൂചന. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കോൺഗ്രസ് ലോക്സഭാ എംപിമാർക്കും രാജ്യസഭാ അംഗങ്ങൾക്കും യോഗത്തിൽ പങ്കെടുക്കുവാൻ പാർട്ടിയുടെ ഔദ്യോഗിക ക്ഷണം. സമാജ്വാദി പാർട്ടി രാജ്യത്തെ മൂന്നാമത്തെ വലിയ പാർട്ടിയെന്ന് അഖിലേഷ് യാദവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നെഗറ്റീവ് പൊളിറ്റിക്സ് അവസാനിച്ചെന്നും ഇനി പോസിറ്റീവ് രാഷ്ട്രീയത്തിന്റെ കാലമെന്നും അഖിലേഷ്. സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. പാർലമെന്റിൽ CAA റദ്ദാക്കാൻ ആവശ്യപ്പെടുമെന്നും മമത. രാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സായിരുന്നു. അന്ത്യം ഹൈദരാബാദിൽ ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ. ETV, ഈനാട് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളും അദ്ദേഹം ആരംഭിച്ചതാണ്. 2016 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. രാമോജി റാവുവിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലി അർപ്പിച്ചു. രാമോജി റാവുവിന്റെ വേർപാട് രാജ്യത്തിന്റെ ആകെ നഷ്ടമെന്ന് പ്രധാനമന്ത്രി. രജനീകാന്ത്, ജൂനിയർ NTR, ചിരഞ്ജീവി, വിഷ്ണു മഞ്ജു തുടങ്ങിയ പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. ഡൽഹിയിൽ ജലക്ഷാമം രൂക്ഷം. വെള്ളത്തിനായി നെട്ടോട്ടമോടി ജനങ്ങൾ. വരൾച്ചയ്ക്കൊപ്പം ഉഷ്ണതരംഗവും. ചുട്ടുപൊള്ളി രാജ്യ തലസ്ഥാനം. തന്നെ മർദ്ദിച്ച CISF ഉദ്യോഗസ്ഥയെ വാഴ്ത്തുന്നവരോട് പ്രതികരിച്ച കങ്കണ. ഇത്തരക്കാർ ക്രിമിനൽ മാനസിക നിലയുള്ളവരാണ്. അവരെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ റേപ്പിസ്റ്റുകളെയും പിന്തുണയ്ക്കുന്നവരെന്നും കങ്കണ. പ്രതികരണം പങ്കുവച്ചത് Xലൂടെ. കങ്കണ റണാവത്തിനോട് താല്പര്യമില്ല, എന്നാൽ തല്ല് ആഘോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടാനില്ലെന്ന് നടി ഷബാന ആസ്മി. സുരക്ഷാ ഉദ്യോഗസ്ഥർ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ ആരും സുരക്ഷിതരായിരിക്കില്ലെന്നും ഷബാന. പ്രതികരണം Xലൂടെ. ബോളിവുഡ് നടിയും BJPയുടെ നിയുക്ത MPയുമായ കങ്കണ റണാവത്തിന്റെ കരണത്തടിച്ച വിഷയത്തിൽ പ്രഫുൽ പട്ടേലിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനുള്ള ED ഉത്തരവ് റദ്ദാക്കി. ED ഉത്തരവ് നിയമവിരുദ്ധമെന്ന മുംബൈ കോടതി. റദ്ദാക്കിയത് 180 കോടിയിലധികം വരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനുള്ള ഉത്തരവ്. രാജിവെച്ച് ഒളിച്ചോടില്ലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തനിക്ക് മനം മാറ്റം. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന അമിത്ഷായുടെ ആവശ്യം തള്ളിക്കളയാനാവില്ലെന്നും ഫട്നാവിസ്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ ചണ്ഡീഗഡിലെ ദന്തവാഡയിൽ വെച്ച്. പരിക്കേറ്റ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ. ആയുധങ്ങൾ പിടിച്ചെടുത്തുവെന്നും ഓപ്പറേഷൻ തുടരുന്നുവെന്നും നാരായൺപൂർ SB പ്രഭാത് കുമാർ. വ്യവസായ അനുകൂലമായ സർക്കാർ നയങ്ങളെ ചേർക്കുമെന്ന് രാജസ്ഥാൻ സിഖർ MP അമ്രാറാം. വോട്ടർമാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് താൻ പ്രവർത്തിക്കുമെന്നും അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ എത്തിക്കുമെന്നും CPIM MP അമ്രാറാം. ഇടതുപക്ഷ പാർട്ടി രാജസ്ഥാനിൽ ഒരു പാർലമെന്ററി സീറ്റ് നേടുന്നത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം.
തൃശൂർ DCCയിലെ കൂട്ടത്തല്ലിൽ കേസെടുത്ത് പോലീസ്. FIR രജിസ്റ്റർ ചെയ്തത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഒന്നാം പ്രതിയാക്കി. മറ്റ് 19 പേർക്കെതിരെയും കേസെടുത്തത് DCC ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചുറയുടെ പരാതി. KSRTC ബസ്സുകളിലോ ബസ് സ്റ്റേഷനുകളിലോ ഡിപ്പോകളിലോ രാഷ്ട്രീയ പാർട്ടികളുടെ പോസ്റ്റർ പാടില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഒരു യൂണിയന്റെയും പോസ്റ്ററുകൾ ഒട്ടിക്കാൻ പാടില്ലെന്നും പോസ്റ്റർ പതിപ്പിച്ചാൽ ആ സംഘടനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിയുടെ മുന്നറിയിപ്പ്. മന്ത്രിയുടെ നിർദ്ദേശം മിനിസ്റ്റീരിയൽ ജീവനക്കാരുമായി നടത്തിയ ഓൺലൈൻ സംവാദ പരിപാടിയിൽ. കൊച്ചിയിൽ വീണ്ടും സ്ലാബിനിടയിൽ കാല് കുടുങ്ങിയ അപകടം. പാലാരിവട്ടത്ത് സ്ലാബിനിടയിൽ കാൽ കുരുങ്ങിയ വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത് അരമണിക്കൂറിന് ശേഷം. വൈറ്റില ഹബ്ബിലേക്കുള്ള റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് കൗൺസിലർ. സർവീസ് വൈകിയതിനെ തുടർന്ന് വിമാനത്തിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. പ്രതിഷേധം കരിപ്പൂരിൽ ഇറക്കേണ്ട വിമാനം കൊച്ചിയിൽ ഇറക്കിയതിൽ നടപടി. മോശം കാലാവസ്ഥയെ തുടർന്ന് കൊച്ചിയിൽ ഇറക്കിയത് കരിപ്പൂരിൽ ഇറങ്ങേണ്ട 5 വിമാനങ്ങൾ. ദോഹയിലേക്ക് പുറപ്പെടേണ്ട വിമാനം വൈകിയതിനെ തുടർന്നാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത്. PC ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സ്വന്തം ബൂത്തിൽ പോലും NDA സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം നേടിക്കൊടുക്കുവാൻ PC ജോർജിനായില്ല. കേരള കോൺഗ്രസിനെ വിമർശിക്കുവാൻ PC ജോർജിന് എന്തർഹതയാണുള്ളതെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. കോട്ടയം ജില്ലയിൽ 2 ദിവസം ശക്തമായ ഇടിമിന്നലിന് സാധ്യത. ജില്ലയിൽ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശന വിലക്ക് നാളെ വരെ. കോട്ടയം ചാലുകുന്നിൽ ആംബുലൻസിന് പിന്നിൽ കാർ ഇടിച്ച അപകടം. മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന് പിന്നിൽ കാർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാർ ഡ്രൈവർ മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആലപ്പുഴ മുഖമയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ കോട്ടയം ജില്ലയിൽ നിയന്ത്രണം. ജൂൺ 12 വരെ കുമരകം, ആർപ്പൂക്കര, ഐമനം, വെച്ചൂർ പഞ്ചായത്തുകളിൽ താറാവ്, കോഴി, കാട എന്നിവയുടെ മുട്ട, ഇറച്ചി വിപണനം നിരോധിച്ചു. നിരീക്ഷണ മേഖലയിലേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവ കൊണ്ടുവരുന്നതിനും വിലക്ക്. തിരുവനന്തപുരം പാറശാല റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് 4 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കടത്തിയ തമിഴ്നാട് സ്വദേശി ഈശ്വരൻ പോലീസ് പിടിയിൽ. പരിശോധന നടത്തിയത് സ്കൂൾ തുറന്ന പശ്ചാത്തലത്തിൽ. കോഴിക്കോട് പയ്യോളിയിലെ കൈരളി റെസ്റ്റോറന്റ്, പെരുമൾപുരത്തെ ഡേ ടു ഡേ റെസ്റ്റോറന്റ് എന്നീ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. റെയിൽവേ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടി. റെയിൽവേ നീക്കം ചെയ്യുന്നത് കരിക്കോട് ദേശീയപാതയുടെ വശങ്ങളിലെ റെയിൽവേ ഭൂമിയുടെ കച്ചവട സ്ഥാപനങ്ങൾ. നടപടി നവീകരണ പ്രവർത്തനത്തിന് ആയിട്ട്. കുട്ടിയുടെ പിതൃത്വം ഒരിക്കൽ അംഗീകരിച്ചാൽ പിന്നീട് നിഷേധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. അംഗീകരിക്കപ്പെട്ട രക്ഷകർതൃത്വം കോടതി മുമ്പാകെ ചോദ്യം ചെയ്യാനാകില്ലെന്നും വ്യക്തിത്വം സംരക്ഷിക്കുവാനുള്ള കുട്ടിയുടെ അവകാശത്തെ മാനിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച്. ഉത്തരവ് പിതൃത്വം സംബന്ധിച്ച കുടുംബ കോടതി വിധി ചോദ്യം ചെയ്ത കണ്ണൂർ സ്വദേശി നൽകിയ ഹർജിയിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് മോഷണം. നഷ്ടപ്പെട്ടത് മൊബൈൽ ഫോണുകളും 5000 രൂപയും. കൊടുവള്ളി പോലീസിൽ പരാതി നൽകി അതിഥി തൊഴിലാളികൾ. വയനാട് ജനവാസ മേഖലയിൽ വീണ്ടും പുലി. മുപ്പേനാടി സ്വദേശി മനോഫിന്റെ ആടിനെ പുലി ആക്രമിച്ചു. ദിവസങ്ങൾക്ക് മുൻപാണ് പ്രദേശവാസിയുടെ 2 ആടുകളെ പുലി കൊന്നത്. സംസ്ഥാനത്തെ ഹജ്ജ് ക്യാമ്പുകൾക്ക് നാളെ സമാപനം. ഇനി പുറപ്പെടാനുള്ളത് 10 വിമാന സർവീസുകൾ. കേരളത്തിൽ നിന്നുള്ള അവസാന വിമാനം 10-ന് കണ്ണൂരിൽ നിന്ന്.
25 വർഷത്തിൽ പഴക്കമുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ നിയമങ്ങൾ കടുപ്പിക്കുവാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പുത്തൻ മാറ്റങ്ങൾ വരുന്നത് മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ, സ്ക്രാപ്പിംഗ് നയം എന്നിവയിൽ. പഴയ വിന്റേജ്, നിർമ്മാണം നിർത്തലാക്കിയ വാഹനങ്ങൾ എന്നിവ റോഡിലിറക്കിയാൽ പണി കിട്ടുമെന്ന് മുന്നറിയിപ്പ്. ഇത്തരം വാഹനങ്ങളുടെ റീടെസ്റ്റ് വരെ നിർത്തലാക്കുവാനും ആലോചന. പച്ചത്തുരുത്തുകളുടെ വ്യാപനവും കാവുകളുടെ സംരക്ഷണവും പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി നടപ്പിലാക്കുന്നത് സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഉന്നാവോ പീഡന കേസിലെ ഇരയുടെ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ BJP നേതാവിന്റെ ശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി ഡൽഹി ഹൈക്കോടതി. ആവശ്യം 2018 മുതൽ ജയിലിൽ കഴിഞ്ഞ കാലയളവ് കണക്കാക്കി ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്ന്. എന്നാൽ ജയിലിൽ ദീർഘനാൾ കിടന്നുവെന്നതുകൊണ്ട് മാത്രം ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ഡൽഹി നരേലയിൽ ഭക്ഷ്യ സംസ്കരണ ഫാക്ടറിയിൽ തീപിടുത്തം. 3 പേർ മരിച്ചു, 6 പേർക്ക് പരിക്ക്. തീപിടുത്തമുണ്ടായത് പുലർച്ചെ 3:30-ഓടെ. ഉച്ചയോടെ തീ അണച്ചതായും ഡൽഹി ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ. $700 കോടി രൂപയുടെ അട്ടാരി മയക്കുമരുന്ന് കേസിൽ 7 പേർക്കെതിരെ കൂടി കുറ്റപത്രം സമർപ്പിച്ച് NIA. 7 പ്രതികളും ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിലും രാജ്യത്തുടനീളം വിതരണം ചെയ്യുന്നതിലും പങ്കാളികളെന്ന് കണ്ടെത്തൽ. ഇവർ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഗൂഢാലോചനാ സംഘത്തിലെ പ്രധാന കണ്ണികളെന്നും കുറ്റപത്രത്തിൽ. ഡൽഹിയിൽ വീണ്ടും തീപിടുത്തം. ഷഹീൻ ബാഗിലെ ഹോട്ടലിലാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ നിരവധി കടകൾ കത്തിനശിച്ചു. ഷഹീൻ ബാഗിലെ പ്രധാന ഭക്ഷണശാലകളുടെ കേന്ദ്രമായ റോഡിലാണ് അപകടം. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ആർക്കും പരിക്കുകളില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സന് നേരെ ആക്രമണം. പ്രധാനമന്ത്രിയെ അക്രമി അടിച്ചത് കോപ്പൻഹേഗനിലെ ചതുരത്തിൽ വെച്ച്. അക്രമിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ. അക്രമകാരണം വ്യക്തമല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഗാസയിൽ സ്കൂളിന് നേരെ വീണ്ടും ഇസ്രയേലിന്റെ ബോംബാക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു. സെൻട്രൽ ഗാസയിലുടനീളം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം 28 പേരും കൊല്ലപ്പെട്ടു. 33 പേരാണ് ഗാസയിലെ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. രാജ്യത്ത് അക്രമം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് കനേഡിയൻ സുരക്ഷാ മന്ത്രി ഡൊമിനിക് ലെബ്ലാങ്ക്. പ്രതികരണം: ഖാലിസ്ഥാൻ അനുകൂലികൾ ഇന്ദിരാഗാന്ധി വധത്തിന്റെ പോസ്റ്ററുകൾ പതിപ്പിച്ചതിൽ. സംഭവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യൻ വംശജനായ കനേഡിയൻ പാർലമെന്റ് അംഗം ചന്ദ്ര ആര്യയും. മോദിക്ക് ആശംസകൾ നേർന്ന് ടെസ്ല CEO ഇലോൺ മസ്ക്. വിജയത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചതിനൊപ്പം തന്റെ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്നുവെന്ന് എക്സിൽ കുറിപ്പ്. 2023-ൽ മോദിയുമായുണ്ടായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ മോദിയുടെ ആരാധകനാണെന്നും ടെസ്ല ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമെന്നും മസ്ക് പറഞ്ഞിരുന്നു. സിംഗിൾസിനെ പിടിച്ചു കെട്ടിക്കാനൊരുങ്ങി ജപ്പാൻ സർക്കാർ. ഇതിനുവേണ്ടിയുള്ള ആപ്പും സർക്കാർ തന്നെ പുറത്തിറക്കി. ജനന നിരക്കിലുണ്ടായ ഇടിവ് മൂലമാണ് ജനങ്ങളെ വിവാഹം കഴിപ്പിക്കുവാൻ സർക്കാർ തന്നെ മുൻപോട്ട് വന്നത്. സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടാത്തതെന്നാണ് റിപ്പോർട്ടുകൾ. യൂസർ ഡാറ്റ വിവരങ്ങളിൽ വമ്പൻ മാറ്റങ്ങളുമായി ഗൂഗിൾ മാപ്പ്. ഇനി മുതൽ വിവരങ്ങൾ ക്ലൗഡിൽ നിന്ന് മാറ്റി ഫോണിൽ തന്നെ സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് വരുന്നത്. പുതിയ മാറ്റത്തോടെ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഹിസ്റ്ററി ഇനി മുതൽ ടൈം ലൈൻ എന്നാണ് കാണുക. എന്നാൽ ഈ മാറ്റം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അന്വേഷണ ഏജൻസികളെ ആയിരിക്കും. ബഹിരാകാശ യാത്രികനും അപ്പോളോ 8 ദൗത്യത്തിൽ അംഗവുമായ വില്യം ആൻഡേഴ്സ് അന്തരിച്ചു. സാൻ ഹുവാനിൽ നടന്ന വിമാന അപകടത്തിലായിരുന്നു മരണം. 90 വയസ്സായിരുന്നു. ചന്ദ്രനിൽ നിന്നുമുള്ള ഭൂമിയുടെ പ്രശസ്തമായ എർത്ത് റൈസ് ചിത്രം പതിപ്പിച്ചത് ആൻഡേഴ്സിന്റെ ക്യാമറയിലാണ്.
ബലിപെരുന്നാൾ അവധിക്ക് കുടുംബങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ച് എമിറേറ്റിലെ 8 ബീച്ചുകൾ. ദുബായ് മുനിസിപ്പാലിറ്റിയുടേതാണ് തീരുമാനം. നടപടി സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും അവധി ദിനങ്ങളിൽ ബീച്ച് ആസ്വാദനം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായി. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷം ജൂൺ 16-നാണ്. അമൽ നീരദിന്റെ പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്ത്. പേര് പ്രഖ്യാപിക്കാത്ത ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ജ്യോതിർമായി, ഷറഫുദ്ദീൻ എന്നിവർ കഥാപാത്രങ്ങളായി എത്തും. 2013-ൽ സിനിമാഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത ജ്യോതിർമായിയുടെ മടങ്ങിവരവ് കൂടിയാകും ചിത്രം. അമൽ നീരദിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്ക് പിന്നാലെ ഫാൻ മെയ്ഡ് പോസ്റ്ററുകളുമായി ആരാധകർ. മോഹൻലാൽ, മമ്മൂട്ടി, ഷാരൂഖ് ഖാൻ, രജനീകാന്ത്, ആസിഫ് അലി, പൃഥ്വിരാജ്, നിവിൻ പോളി തുടങ്ങിയവരുടെ പോസ്റ്ററുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. നിവിൻ പോളിയുടെ ഫാൻ മെയ്ഡ് പോസ്റ്റർ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. എന്നാൽ ഔദ്യോഗികമായി പുറത്തുവന്നത് ജ്യോതിർമയി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ തുടങ്ങിയവരുടെ പോസ്റ്ററുകൾ മാത്രം. ശിവകാർത്തികേയൻ നായകനാകുന്ന അമരൻ ചിത്രത്തിലെ ലൊക്കേഷൻ വീഡിയോ പുറത്ത്. വീഡിയോയിൽ താടി വെച്ച ലുക്കിലാണ് ശിവകാർത്തികേയനെ കാണാനാകുന്നത്. ആരാധകർക്കിടയിൽ വൻ ചർച്ചയായി വീഡിയോ മാറിയിരിക്കുകയാണ്. മേജർ മുകുന്ദ് വരരാജന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം. സായി പല്ലവിയാണ് നായിക. 6 വർഷത്തിന് ശേഷം റായ് ലക്ഷ്മി മലയാളത്തിലേക്ക്. തിരിച്ചുവരവ് TS സുരേഷ് ബാബുവിന്റെ DNA എന്ന ചിത്രത്തിലൂടെ. റായ് ലക്ഷ്മിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. കനകരാജ്യത്തിന്റെ റിലീസ് തീയതി പുറത്ത്. ചിത്രം ജൂൺ 5-ന് തിയേറ്ററുകളിലെത്തും. ഇന്ദ്രൻസ്, മുരളി ഗോപി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ. മകൻ അഭിഷേക് ബച്ചനൊപ്പം വീണ്ടും സ്ക്രീൻ പങ്കിടാൻ അമിതാഭ് ബച്ചൻ. ഇരുവരും ഒരുമിച്ച് ഡബിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ചിത്രം പങ്കുവച്ച് ബിഗ് ബി. അത്ഭുതം സൃഷ്ടിക്കുന്ന ഈ ജോഡി ഉടൻ സ്ക്രീനിൽ വരട്ടെ എന്ന് എക്സിൽ കുറിച്ച് താരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് റെക്കോർഡ് ഇടിവ്. ഇന്ന് വിലയിൽ ഉണ്ടായത് 1520 രൂപയുടെ റെക്കോർഡ് കുറവ്. 1 പവൻ സ്വർണത്തിന്റെ വില 52,560 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് കുറഞ്ഞത് 190 രൂപ. സൈബർ സെക്യൂരിറ്റി കമ്പനികൾക്ക് ഭീഷണിയായി AI. ഹാക്കർമാർ ജോലി അപേക്ഷകരായി എത്തുന്നത് തിരിച്ചറിയാനാകുന്നില്ല. സൂക്ഷ്മ പരിശോധന കർശനമാക്കി സ്ഥാപനങ്ങൾ. ശ്രീലങ്കൻ വിൻ പ്രോജക്റ്റിൽ $1 ബില്യൺ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് വഴിയാകും നിക്ഷേപം നടത്തുക. 484 മെഗാവാട്ട് ശേഷിയുള്ള 2 വിൻ ഫാമുകളുടെ നിർമ്മാണമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്ത് ബജാജ് ചേതക്. ചേതക് സീരീസിലെ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഈ സ്കൂട്ടറാണ് ബജാജ് പുറത്തിറക്കിയത്. ചേതക് 2901 എന്ന സ്കൂട്ടറിന്റെ എക്സ് ഷോറൂം വില 95,998 രൂപയാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അലോയ് വീൽ, കളർ ഡിജിറ്റൽ കൺസോൾ എന്നിവയാണ് പുതിയ മോഡലിന്റെ ഫീച്ചറുകൾ. മോഹവിലയിൽ ഫൈറ്റർ ജെറ്റ് മോഡലിൽ ഹീറോയുടെ പുത്തൻ സ്കൂട്ടറുകൾ. 110 cc ഹീറോ സൂം ആണ് കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 80,967 രൂപയാണ് വണ്ടിയുടെ എക്സ് ഷോറൂം വില. ബ്ലൂടൂത്ത്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, SMS, കോൾ അലർട്ടുകൾ, ഫോൺ ബാറ്ററി സ്റ്റാറ്റസ് എന്നിങ്ങനെ നിരവധി ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലുള്ള ടോൾ സംവിധാനം അവസാനിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയാണ് രാജ്യത്ത് ടോളുകൾ പിരിക്കുന്നത്. ഇതിനായി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും നൂതന കമ്പനികളിൽ നിന്ന് ആഗോള താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ടോൾ പിരിവ് സംവിധാനം നടപ്പിലാക്കുന്നത്. മഹീന്ദ്ര ഥാറിനെ നേരിടാൻ പുത്തൻ ഗൂർഖയുമായി
വരാനൊരുങ്ങി ഫോഴ്സ് മോട്ടോഴ്സ്. ഗൂർഖ സെഗ്മെന്റിലെ 3RWD സജ്ജീകരണത്തോടെ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഫോഴ്സ് മോട്ടോഴ്സ്. മഹീന്ദ്ര ഥാറിന്റെ RWD കാത്തിരിപ്പ് നീളുന്നതിനിടെയാണ് ഗൂർഖയുടെ സർജിക്കൽ സ്ട്രൈക്ക്. വീണ്ടും കൂട്ടപ്പിരിച്ചുവിടലിനൊരുങ്ങി മൈക്രോസോഫ്റ്റ് പിരിച്ചുവിടുന്നത് 1000-ഓളം ജീവനക്കാരെ. പിരിച്ചുവിടൽ ഹോളോലെൻസ് 2 ഓഗ്മെന്റ് റിയാലിറ്റി ഹെഡ്സെറ്റുകൾ നിർമ്മിക്കുന്ന വിഭാഗത്തിൽ. പിരിച്ചുവിടൽ ഹോളോലെൻസ് 2ന്റെ നിർമ്മാണത്തെ ബാധിക്കില്ലെന്ന് കമ്പനി. മാരുതിയുടെ 4ാം തലമുറ സ്വിഫ്റ്റ് പുറത്തിറങ്ങി മാസം തികയും മുൻപേ 19,393 യൂണിറ്റ് വിറ്റഴിച്ചതായി റിപ്പോർട്ട്. 40,000 ബുക്കിംഗുകളും ലഭിച്ചു. VXIO വേരിയന്റുകൾക്ക് കൂടുതൽ ആവശ്യക്കാർ. വണ്ടിയുടെ വിൽപ്പന ഉയരുവാൻ കാരണം ഉയർന്ന മൈലേജും മിനി കൂപ്പറിനോട് സമാനമായ പ്രീമിയം ലുക്കുമെന്ന് വിലയിരുത്തൽ. സാങ്കേതിക തകരാർ മൂലം മണിക്കൂറുകളോളം വൈകി സ്പൈസ് ജെറ്റ് വിമാനം. വൈകിയത് ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്കുള്ള സർവീസ്. കാത്തുനിന്ന യാത്രക്കാർക്ക് ലഘുഭക്ഷണം പോലും നൽകിയില്ലെന്ന് പരാതി. ഫൈവ് ജി ഫിക്സഡ് വയർലെസ് ആക്സസ് സേവനങ്ങളിൽ ജിയോ ഗുണനിലവാരം നിലനിർത്തുന്നതായി ഓപ്പൺ സിഗ്നൽ റിപ്പോർട്ട്. ഇന്ത്യയിലെ നെറ്റ്വർക്ക് കുറഞ്ഞ പ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും ബ്രോഡ്ബാൻഡ് സർവീസുകൾ വിപുലീകരിക്കുവാനും ലക്ഷ്യം. iOS 18 അവതരിപ്പിക്കാൻ ആപ്പിൾ. പുതിയ ഐഫോൺ സോഫ്റ്റ്വെയർ അവതരിപ്പിക്കുക വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസിൽ. iOS 18-ൽ AI സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ ഫീച്ചറുകൾ ഉണ്ടാകും. ചില AI ഫീച്ചറുകൾ പ്രോസസ് ചെയ്യുക ഫോണിൽ തന്നെയെന്നും റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ 5ാമത്തെ രാജ്യമായി ഒമാൻ. ഒമാന്റെ നേട്ടം ഓൺലൈൻ ഡേറ്റാബേസായ നംപിയോ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ. 2024-ലെ പട്ടികയിൽ ഒമാൻ 5ാമതെത്തി 81 പോയിന്റുകൾ നേടി. അന്താരാഷ്ട്ര സന്നാഹ മത്സരത്തിൽ ഇന്ന് കരുത്തരുടെ പോരാട്ടം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ, ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ നേരിടും. മത്സരം രാത്രി 10:15-ന്. റൊണാൾഡോ മത്സരത്തിന് ഇറങ്ങാൻ സാധ്യത. ഇന്ത്യൻ താരങ്ങളുമായി ഒന്നിക്കാൻ സാധിച്ചത് വൈകാരികമായ നിമിഷമാണെന്ന് അമേരിക്കൻ പേസർ സൗരഭ് നേത്രവൽക്കർ മായങ്ക് അഗർവാൾ, KL രാഹുൽ എന്നിവർക്കൊപ്പം ഇന്ത്യൻ അണ്ടർ-19 ടീമിനായി കളിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ടീമിനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജരേക്കർ. അമേരിക്കയ്ക്കെതിരായ തോൽവിയിൽ നായകൻ ബാബർ അസമിന്റെ ക്യാപ്റ്റൻസിയെയാണ് മഞ്ജരേക്കർ കുറ്റപ്പെടുത്തിയത്. ഇത്രയും മോശം പ്രകടനം പാകിസ്ഥാൻ നടത്തിയിട്ടില്ല. മുൻ ലോക ചാമ്പ്യന്മാരിൽ നിന്ന് മികച്ച പ്രകടനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മഞ്ജരേക്കർ. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം നായകൻ ബാബർ അസമിനെ നിശിതമായി വിമർശിച്ച മുൻ താരം മിസ്ബാ ഉൾ ഹഖ്. 2020 ലോകകപ്പിൽ ബാറ്റിംഗിലും ബൌളിംഗിലും കായികക്ഷമതയിലെല്ലാം പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ടീം ഇടപെടുമ്പോൾ തന്നെ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകി. ഇനി പാകിസ്ഥാനെ ദൈവം രക്ഷിക്കട്ടെ എന്നും മിസ്ബാ ഉൾ ഹഖ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ഇഗസ്തിയ തെക്കിന്. ഫൈനൽ ഇറ്റലിയുടെ ജാസ്മിൻ പവലോനിയെ തോൽപ്പിച്ചു. സ്യാം തെക്കിന്റെ വിജയം നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്കോർ 6-2, 6-1. ഇഗിയുടെ 4ാമത്തെയും തുടർച്ചയായ 3ാമത്തെയും ഫ്രഞ്ച് കിരീടം.